രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 1-ാം അധ്യായം. ദാവീദ് രാജാവ് വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ അവനെ കമ്പിളി പുതപ്പിച്ചിട്ടും കുളിർ മാറിയില്ല. ആകയാൽ അവന്റെ ഭൃത്യന്മാർ അവനോട്, യജമാനനായ രാജാവിനു വേണ്ടി കന്യകയായൊരു യുവതിയെ അന്വേഷിക്കട്ടെ, അവൾ രാജസന്നിധിയിൽ ശുശ്രൂഷ നിൽക്കുകയും യജമാനനായ രാജാവിന്റെ കുളിർ മാറേണ്ടതിന് തിരുമാറവിൽ കിടക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സൗന്ദര്യമുള്ള ഒരു യുവതിയെ ഇസ്രായേൽ ദേശത്തെല്ലായിടവും അന്വേഷിച്ചു. ശൂനേംകാരത്തിയായ അബീഷഗിനെ കണ്ടു രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആ യുവതി അതിസുന്ദരിയായിരുന്നു. അവൾ രാജാവിന് പരിചാരകയായി ശുശ്രൂഷ ചെയ്തു. എന്നാൽ രാജാവ് അവളെ പരിഗ്രഹിച്ചില്ല. അനന്തരം ഹഗീത്തിന്റെ മകനായ അദോനിയാവ് നിഗളിച്ചും കൊണ്ട്, ഞാൻ രാജാവാകുമെന്ന് പറഞ്ഞ് രഥങ്ങളെയും കുതിരച്ചേവകരെയും തനിക്ക് മുമ്പായി ഓടുവാൻ 50 അകമ്പടികളെയും സമ്പാദിച്ചു. അവന്റെ അപ്പൻ അവനെ മുഷിപ്പിക്കരുതെന്ന് വെച്ച് അവന്റെ ജീവകാലത്തൊരിക്കലും നീ ഇങ്ങനെ ചെയ്തത് എന്ത് എന്ന് അവനോട് ചോദിച്ചിരുന്നില്ല. അവനും ബഹുസുന്ദരനായിരുന്നു. അബ്ശാലോമിന്റെ ശേഷം ആയിരുന്നു അവൻ ജനിച്ചത്. അവൻ സെരൂയിയുടെ മകനായ യോവാബിനോടും പുരോഹിതനായ അബ്യാഥാരിനോടും ആലോചിച്ചു വന്നു. ഇവർ അദോനിയാവിന് പിന്തുണയായിരുന്നു. എന്നാൽ പുരോഹിതനായ സാദോക്കും യഹോയാദയുടെ മകനായ ബെനായാവും പ്രവാചകനായ നാഥാനും ശിമെയും രേയും ദാവീദിന്റെ വീരന്മാരും അദോനിയാവിന്റെ പക്ഷം ചേർന്നിരുന്നില്ല. അദോനിയാവ് ഏൻ രോഗേലിന് സമീപത്ത് സോഹേലേത്ത് എന്ന കല്ലിനരികെ വെച്ച് ആടുമാടുകളെയും തടിപ്പിച്ചു മൃഗങ്ങളെയും അറുത്ത് രാജകുമാരന്മാരായ തന്റെ സകല സഹോദരന്മാരെയും രാജഭൃത്യന്മാരായ യഹൂദ പുരുഷന്മാരെയൊക്കെയും ക്ഷണിച്ചു. എങ്കിലും നാഥാൻ പ്രവാചകനെയും ബെനായാവിയും വീരന്മാരെയും തന്റെ സഹോദരനായ ശലോമോനെയും അവൻ ക്ഷണിച്ചില്ല. എന്നാൽ നാഥാൻ ശലോമോന്റെ അമ്മയായ ബത്ശേബയോട് പറഞ്ഞത്, ഹഗീത്തിന്റെ മകനായ അദോനിയാവ് രാജാവായിരിക്കുന്നു എന്ന് നീ കേട്ടില്ലയോ? നമ്മുടെ യജമാനായ ദാവീദ് അറിഞ്ഞിട്ടുമില്ല. ആകയാൽ വരിക, നിന്റെ ജീവനെയും നിന്റെ മകനായ ശലോമോന്റെ ജീവനെയും രക്ഷിക്കേണ്ടതിന് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരാം. നീ ദാവീദ് രാജാവിന്റെ അടുക്കൽ ചെന്ന്, യജമാനായ രാജാവി, നിന്റെ മകനായ ശലോമോൻ എൻ്റെ അനന്തരവനായി വാണ് എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് നീ അടിയനോട് സത്യം ചെയ്തില്ലയോ? പിന്നെ അദോനിയാവ് വാഴുന്നത് എന്ത് എന്ന് അവനോട് ചോദിക്കാം. നീ അവിടെ രാജാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനും നിന്റെ പിന്നാലെ വന്ന് നിന്റെ വാക്ക് ഉറപ്പിച്ചുകൊള്ളാം. അങ്ങനെ ബത്ശേബ പള്ളിയറയിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്നു. രാജാവ് വയോധികനായിരുന്നു. ശൂനേംകാരത്തെയായ അബീഷഗ് രാജാവിന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. ബത്ശേബ കുനിഞ്ഞ് രാജാവിനെ നമസ്കരിച്ച്, നിനക്കെന്തു വേണമെന്ന് രാജാവ് ചോദിച്ചു. അവൾ അവനോട് പറഞ്ഞത്, എൻ്റെ യജമാനെ, നിന്റെ മകൻ ശലോമോൻ എൻ്റെ അനന്തരവനായി വാണ് എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്ന് നീ നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ അടിയനോട് സത്യം ചെയ്തുവല്ലോ. ഇപ്പോൾ ഇതാ അദോനിയാവ് രാജാവായിരിക്കുന്നു. എൻ്റെ യജമാനായ രാജാവ് അറിയുന്നതുമില്ല. അവൻ അനവധി കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും ആടുകളെയും അറുത്ത് രാജകുമാരന്മാരെയൊക്കെയും പുരോഹിതനായ അബ്യാഥാരിനെയും സേനാധിപതിയായ യോവാബിനെയും ക്ഷണിച്ചു. എങ്കിലും നിന്റെ ദാസനായ ശലോമോനെ അവൻ ക്ഷണിച്ചില്ല. യജമാനായ രാജാവേ, യജമാനായ രാജാവിന്റെ അനന്തരവനായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടതിന് ആരെന്ന് നീ അറിയിക്കേണ്ടതിന് എല്ലാ ഇസ്രായേലിലെയും കണ്ണ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അല്ല, ഞാൻ യജമാനായ രാജാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച ശേഷം ഞാനും എൻ്റെ മകൻ ശലോമോനും കുറ്റക്കാരായിരിക്കും. അവൾ രാജാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാ നാഥാൻ പ്രവാചകൻ വരുന്നു. നാഥാൻ പ്രവാചകൻ വന്നിരിക്കുന്നു എന്ന് രാജാവിനോട് അറിയിച്ചു. അവൻ രാജസന്നിധിയിൽ ചെന്ന് രാജാവിന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നാഥാൻ പറഞ്ഞതെന്തെന്നാൽ, യജമാനായ രാജാവേ, അദോനിയാവ് എൻ്റെ അനന്തരവനായി വാണ് എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് നീ കൽപ്പിച്ചിട്ടുണ്ടോ? അവൻ ഇന്ന് ചെന്ന് അനവധി കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും ആടുകളെയും അറുത്ത് രാജകുമാരന്മാരെ ഒക്കെയും സേനാധിപതിമാരെയും പുരോഹിതനായ അബ്യാഥാരിനെയും ക്ഷണിച്ചു. അവർ അവന്റെ മുമ്പാകെ ഭക്ഷിച്ചു പാനം ചെയ്ത്, അദോനിയാവ് രാജാവേ, ജയ ജയ എന്ന് പറയുന്നു. എന്നാൽ അടിയനെയും പുരോഹിതനായ സാദോക്കിനെയും യഹോയാദയുടെ മകനായ ബെനായാവെയും നിന്റെ ദാസനായ ശലോമോനെയും അവൻ ക്ഷണിച്ചിട്ടില്ല. യജമാനായ രാജാവിന്റെ അനന്തരവനായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ആരെന്ന അടിയങ്ങളെ നീ അറിയിക്കാതെ ഇരിക്കെ ഈ കാര്യം യജമാനായ രാജാവിന്റെ കൽപ്പനയാലോ നടന്നത്. ബത്ശേബയെ വിളിപ്പിൻ എന്ന് ദാവീദ് രാജാവ് കൽപ്പിച്ചു. അവൾ രാജസന്നിധിയിൽ ചെന്നു രാജാവിന് മുമ്പാകെ നിന്നു. എന്നാൽ രാജാവ്, എൻ്റെ ജീവനെ സകല കഷ്ടത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്ന യഹോവയാണ്. നിന്റെ മകനായ ശലോമോൻ എന്നെ അനന്തരവനായി വാണ് എനിക്ക് പകരം എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് ഞാൻ നിന്നോട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തതുപോലെ തന്നെ
ഞാൻ ഇന്ന് നിവർത്തിക്കും എന്ന് സത്യം ചെയ്തു പറഞ്ഞു. അപ്പോൾ ബത്ശേബ സാഷ്ടാംഗം വീണ് രാജാവിനെ നമസ്കരിച്ചു. എൻ്റെ യജമാനായ ദാവീദ് രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് പുരോഹിതനായ സാദോക്കിനെയും പ്രവാചകനായ നാഥാനെയും യഹോയാദയുടെ മകനായ ബെനയാവെയും വിളിപ്പിൻ എന്ന് കൽപ്പിച്ചു. അവർ രാജസന്നിധിയിൽ ചെന്നു നിന്നു. രാജാവ് അവരോട് കൽപ്പിച്ചതെന്നാൽ, നിങ്ങൾ യജമാന്റെ ഭൃത്യന്മാരെ കൂട്ടിക്കൊണ്ട് എൻ്റെ മകനായ ശലോമോനെ എൻ്റെ കോവർ കഴുത പുറത്ത് കയറ്റി താഴെ ഗീഹോനിലേക്ക് കൊണ്ടുപോകുവിൻ. അവിടെ വെച്ച് സാദോക്ക് പുരോഹിതനും നാഥാൻ പ്രവാചകനും അവനെ ഇസ്രയേലിലെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. പിന്നെ കാഹളമൂതി ശലോമോൻ രാജാവേ ജയ ജയ എന്ന് ഘോഷിച്ചു പറവിൻ. അതിന്റെ ശേഷം നിങ്ങൾ അവന്റെ പിന്നാലെ വരുവിൻ. അവൻ വന്ന് എന്റെ സിംഹാസനത്തിൽ ഇരുന്ന് എനിക്ക് പകരം വാഴയണം. ഇസ്രയേലിനും യഹൂദയ്ക്കും പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ അവനെ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ യഹോയാദയുടെ മകൻ ബെനായാവ് രാജാവിനോട്, ആമീൻ, യജമാനായ രാജാവിന്റെ ദൈവമായ യഹോവയും അങ്ങനെ തന്നെ കൽപ്പിക്കുമാറാകട്ടെ. യഹോവ യജമാനായ രാജാവിനോടുകൂടി ഇരുന്നതുപോലെ ശലോമോനോടുകൂടിയും ഇരിക്കുകയും യജമാനായ ദാവീദ് രാജാവിന് സിംഹാസനത്തെക്കാളും അവന്റെ സിംഹാസനത്തെ ശ്രേഷ്ഠമാക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ സാദോക്ക് പുരോഹിതനും നാഥാൻ പ്രവാചകനും യഹോയാദയുടെ മകനായ ബെനായാവും ക്രേത്യരും പ്ലേത്യരും ചെന്ന് ദാവീദ് രാജാവിന്റെ കോവർ കഴുതപ്പുറത്ത് ശലോമോനെ കയറ്റി ഗീഹോനിലേക്ക് കൊണ്ടുപോയി. സാദോക്ക് പുരോഹിതൻ തൃക്കൂടാരത്തിൽ നിന്ന് തൈലം കൊമ്പ് കൊണ്ടുചെന്ന് ശലോമോനെ അഭിഷേകം ചെയ്തു. അവർ കാഹളമൂതി ജനമൊക്കെയും ശലോമോൻ രാജാവ് ജയ ജയ എന്ന് ഘോഷിച്ചു പറഞ്ഞു. പിന്നെ ജനമൊക്കെയും അവന്റെ പിന്നാലെ ചെന്നു. ജനം കുഴലൂതി അവരുടെ ഘോഷം കൊണ്ട് ഭൂമി കുലുങ്ങുമാറ് അത്യന്തം സന്തോഷിച്ചു. അദോനിയാവും കൂടെ ഉണ്ടായിരുന്ന സകല വിരുന്നുകാരും ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ അത് കേട്ടു. കാഹളനാദം കേട്ടപ്പോൾ യോവാബ്, പട്ടണം കലങ്ങിയിരിക്കുന്ന ഈ ആരവം എന്ത് എന്ന് ചോദിച്ചു. അവൻ പറയുമ്പോൾ തന്നെ ഇതാ പുരോഹിതനായ അബ്യാഥാരിന്റെ മകൻ യോനാഥാൻ വരുന്നു. അദോനിയാവ് അവനോട്, അകത്ത് വരിക, നീ യോഗ്യപുരുഷൻ, നീ നല്ല വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. യോനാഥാൻ അദോനിയാവോട് ഉത്തരം പറഞ്ഞത്, നമ്മുടെ യജമാനായ ദാവീദ് രാജാവ് ശലോമോനെ രാജാവാക്കിയിരിക്കുന്നു. രാജാവ് സാദോക്ക് പുരോഹിതനെയും നാഥാൻ പ്രവാചകനെയും യഹോയാദയുടെ മകനായ ബെനായാവിയും ക്രേത്യരെയും പ്ലേത്യരെയും അവനോടുകൂടി അയച്ചു. അവർ അവനെ രാജാവിന്റെ കോവർ കഴുതപ്പുറത്ത് കയറ്റി. സാദോക്ക് പുരോഹിതനും നാഥാൻ പ്രവാചകനും അവനെ ഗീഹോനിൽ വെച്ച് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അവർ പട്ടണം മുഴങ്ങും വണ്ണം സന്തോഷിച്ചും കൊണ്ട് അവിടെ നിന്ന് മടങ്ങിപ്പോയി. ഇതാകുന്നു നിങ്ങൾ കേട്ട ഘോഷം. അത്രയുമല്ല, ശലോമോൻ രാജസിംഹാസനത്തിൽ ഇരിക്കുന്നു. രാജഭൃത്യന്മാരും നമ്മുടെ യജമാനായ ദാവീദ് രാജാവിനെ അഭിവന്ദനം ചെയ്യുവാൻ വന്നു. നിന്റെ ദൈവം ശലോമോന്റെ നിന്റെ നാമത്തേക്കാൾ ഉത്കൃഷ്ടവും അവന്റെ സിംഹാസനത്തെ നിന്റെ സിംഹാസനത്തേക്കാൾ ശ്രേഷ്ഠവുമാക്കട്ടെ എന്ന് പറഞ്ഞു. രാജാവ് തന്റെ കട്ടിലിന്മേൽ നമസ്കരിച്ചു. ഇന്ന് എന്റെ സിംഹാസനത്തിൽ എന്റെ സന്തതി ഇരിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണുവാൻ സംഗതി വരുത്തിയ ഇസ്രയേലിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അദോനിയാവിന്റെ വിരുന്നുകാരൊക്കെയും ഭയപ്പെട്ടു എഴുന്നേറ്റു. ഓരോരുത്തൻ താന്താന്റെ വഴിക്ക് പോയി. അദോനിയാവും ശലോമോനെ പേടിച്ചു ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചു. അദോനിയാവ് ശലോമോൻ രാജാവിനെ പേടിക്കുന്നു. ശലോമോൻ രാജാവ് അടിയനെ വാൾ കൊണ്ട് കൊല്ലുകയില്ല എന്ന് ഇന്ന് എന്നോട് സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അവൻ യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചിരിക്കുന്നുവെന്ന് ശലോമോൻ വർത്തമാനം കേട്ടു. അവൻ യോഗ്യനായിരുന്നാൽ അവന്റെ തലയിലെ ഒരു രോമവും നിലത്തു വീഴുകയില്ല. അവനിൽ കുറ്റം കണ്ടാലോ അവൻ മരിക്കണമെന്ന് ശലോമോൻ കൽപ്പിച്ചു. അങ്ങനെ ശലോമോൻ രാജാവ് ആളയച്ചു. അവർ അവനെ യാഗപീഠത്തിങ്കൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു. അവൻ വന്നു ശലോമോൻ രാജാവിനെ നമസ്കരിച്ചു. ശലോമോൻ അവനോട്, നിന്റെ വീട്ടിൽ പൊയ്ക്കൊള്ളുക എന്ന് കൽപ്പിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായം. ദാവീദിന്റെ മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചതെന്തെന്നാൽ, ഞാൻ സകല ഭൂവാസികളുമായി വഴിയായി പോകുന്നു. നീ ധൈര്യം പൂണ്ട് പുരുഷനായിരിക്ക. നീ എന്തു ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും സകലത്തിലും നീ കൃതാർത്ഥനാകേണ്ടതിനും നിന്റെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എൻ്റെ മുമ്പാകെ സത്യമായി നടന്ന് തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ ഇസ്രയേലിന്റെ രാജാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്കില്ലാതെ പോകുകയില്ല എന്ന് യഹോവ എന്നോട് അരുളി ചെയ്ത വചനം താൻ ഉറപ്പിക്കേണ്ടതിനുമായി മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും സാക്ഷ്യങ്ങളും പ്രമാണിച്ചും കൊണ്ട് അവന്റെ ആജ്ഞ അനുസരിച്ചു കൊള്ളുക. വിശേഷിച്ച് സെരൂയയുടെ മകൻ യോവാബ് എന്നോട് ചെയ്തത് ഇസ്രയേലിലെ 2 സേനാധിപന്മാരായ നേരിന്റെ മകൻ അബ്നേരിനോടും യേഥരിന്റെ മകൻ അമാസയോടും ചെയ്തത് തന്നെ നീയും അറിയുന്നുവല്ലോ. അവൻ അവരെ കൊന്ന് സമാധാന സമയത്ത് യുദ്ധരക്തം ചൊരിഞ്ഞ് യുദ്ധരക്തം തന്റെ അരക്കച്ചയിലും കാലിലെ ചെരുപ്പിലുമാക്കിയല്ലോ.
ആകയാൽ നീ ജ്ഞാനം പ്രയോഗിച്ച് അവന് നരയെ സമാധാനത്തോടെ പാതാളത്തിൽ ഇറങ്ങുവാൻ സമ്മതിക്കരുത്. എന്നാൽ ഗിലെയാദ്യരായ ബർസില്ലായിയുടെ മക്കൾക്ക് നീ ദയ കാണിക്കണം. അവർ നിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കട്ടെ. നിന്റെ സഹോദരനായ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഞാൻ ഓടിപ്പോകുമ്പോൾ അവർ അങ്ങനെ തന്നെ എന്നോട് പെരുമാറി. പിന്നെ ബഹൂരീമിലെ ബെന്യാമീനായ ഗേറിയുടെ മകൻ ശിമെയി എന്നൊരുവനുണ്ടല്ലോ. ഞാൻ മഹനീമിലേക്ക് പോകുന്ന ദിവസം അവൻ എന്നെ കഠിന ശാപത്തോടെ ശപിച്ചു. എങ്കിലും അവൻ യോർദാങ്കൽ എന്നെ എതിരേറ്റ് വന്നതുകൊണ്ട് അവനെ വാൾ കൊണ്ട് കൊല്ലുകയില്ല എന്ന് ഞാൻ യഹോവയുടെ നാമത്തിൽ അവനോട് സത്യം ചെയ്തു. എന്നാൽ നീ അവനെ ശിക്ഷിക്കാതെ വിടരുത്. നീ ബുദ്ധിമാനല്ലയോ? അവനോട് എന്തു ചെയ്യണമെന്ന് നീ അറിയും. അവന്റെ നരയെ രക്തത്തോടെ പാതാളത്തിലേക്ക് അയക്കുക. പിന്നെ ദാവീദ് തന്റെ പിതാക്കന്മാരോടുകൂടെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. ദാവീദ് ഇസ്രയേലിൽ വാണകാലം 40 സംവത്സരം. അവൻ ഹെബ്രോനിൽ 7 സംവത്സരവും യെരൂശലേമിൽ 33 സംവത്സരവും വാണു. ശലോമോൻ തന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനത്തിലിരുന്നു. അവന്റെ രാജ്യത്വം ഏറ്റവും സ്ഥിരമായി വന്നു. എന്നാൽ ഹഗീത്തിന്റെ മകനായ അദോനിയാവ് ശലോമോന്റെ അമ്മയായ ബത്ശേബയെ ചെന്ന് കണ്ടു. നിന്റെ വരവ് ശുഭമോ എന്ന് അവൾ ചോദിച്ചതിന് ശുഭം തന്നെ എന്ന് അവൻ പറഞ്ഞു. എനിക്ക് നിന്നോടൊരു കാര്യം പറവാനുണ്ട് എന്നവൻ പറഞ്ഞു. പറക എന്നവൾ പറഞ്ഞു. അവൻ പറഞ്ഞത് എന്തെന്നാൽ, രാജ്യത്വം എനിക്കുള്ളതായിരുന്നു. ഞാൻ വാഴേണ്ടതിന് ഇസ്രയേലൊക്കെയും പ്രതീക്ഷിച്ചിരുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. എന്നാൽ രാജ്യത്വം മറിഞ്ഞ് എൻ്റെ സഹോദരനായി പോയി. യഹോവയാൽ അത് അവന് ലഭിച്ചു. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം അപേക്ഷിക്കുന്നു, അത് തള്ളിക്കളയരുതേ. നീ പറക എന്നവൾ പറഞ്ഞു. അപ്പോൾ അവൻ, ശൂന്യക്കാരത്തിയായ അബീഷഗിനെ എനിക്ക് ഭാര്യയായിട്ട് തരുവാൻ ശലോമോൻ രാജാവിനോട് പറയണമേ. അവൻ നിന്റെ അപേക്ഷ തള്ളുകയില്ലല്ലോ എന്ന് പറഞ്ഞു. ആകട്ടെ, ഞാൻ നിനക്ക് വേണ്ടി രാജാവിനോട് സംസാരിക്കാമെന്ന് ബത്ശേബ പറഞ്ഞു. അങ്ങനെ ബത്ശേബ അദോനിയാവിന് വേണ്ടി ശലോമോൻ രാജാവിനോട് സംസാരിപ്പാൻ അവന്റെ അടുക്കൽ ചെന്നു. രാജാവ് എഴുന്നേറ്റ് അവളെ എതിരേറ്റ് ചെന്ന് വന്ദനം ചെയ്ത് തന്റെ സിംഹാസനത്തിലിരുന്ന് രാജമാതാവിന് ഇരിപ്പാൻ കൊടുപ്പിച്ചു. അവൾ അവന്റെ വലത്തുഭാഗത്ത് ഇരുന്നു. ഞാൻ നിന്നോടൊരു ചെറിയ കാര്യം അപേക്ഷിക്കുന്നു, എൻ്റെ അപേക്ഷ തള്ളിക്കളയരുത് എന്നവൾ പറഞ്ഞു. രാജാവ് അവളോട്, എൻ്റെ അമ്മേ, ചോദിച്ചാലും ഞാൻ നിന്റെ അപേക്ഷ തള്ളുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ, ശൂന്യക്കാരത്തിയായ അബീഷഗിനെ നിന്റെ സഹോദരനായ അദോനിയാവിന് ഭാര്യയായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ശലോമോൻ രാജാവ് തന്റെ അമ്മയോട്, ശൂന്യക്കാരത്തിയായ അബീഷഗിനെ അദോനിയാവിന് വേണ്ടി ചോദിക്കുന്നത് എന്ത്? രാജ്യത്വത്തെയും അവന് വേണ്ടി ചോദിക്കരുതോ? അവനെന്റെ ജ്യേഷ്ഠനല്ലോ. അവനും പുരോഹിതൻ അബ്യാഥാരനും സെരൂയയുടെ മകൻ യോവാബിനും വേണ്ടി തന്നെ എന്നുത്തരം പറഞ്ഞു. അദോനിയാവ് ഈ കാര്യം ചോദിച്ചത് തന്റെ ജീവനാശത്തിനായിട്ടല്ലെങ്കിൽ ദൈവം തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ. ആകയാൽ എന്നെ സ്ഥിരപ്പെടുത്തിയവനും എന്നെ എൻ്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുത്തി തന്റെ വാഗ്ദത്ത പ്രകാരം എനിക്കൊരു ഗൃഹം പണിതവനുമായ യഹോവയാണ്, ഇന്നു തന്നെ അദോനിയാവ് മരിക്കണം എന്ന് ശലോമോൻ രാജാവ് കൽപ്പിച്ച് യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തു. പിന്നെ ശലോമോൻ രാജാവ് യഹോയാദയുടെ മകനായ ബെനയാവെ അയച്ചു. അവനെ വെട്ടിക്കൊന്നുകളഞ്ഞു. അബ്യാഥാർ പുരോഹിതനോട് രാജാവ്, നീ അനാഥോത്തിലെ നിന്റെ ജന്മഭൂമിയിലേക്ക് പോയിക്കൊള്ളുക. നീ മരണയോഗ്യനാകുന്നു. എങ്കിലും നീ എൻ്റെ അപ്പനായ ദാവീദിന് മുമ്പാകെ കർത്താവായ യഹോവയുടെ പെട്ടകം ചുമന്നതുകൊണ്ടും എൻ്റെ അപ്പൻ അനുഭവിച്ച സകല കഷ്ടങ്ങളെയും നീ കൂടെ അനുഭവിച്ചതുകൊണ്ടും ഞാൻ ഇന്ന് നിന്നെ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ഏലിയുടെ കുടുംബത്തെക്കുറിച്ച് അരുളി ചെയ്ത വചനത്തിന് നിവൃത്തി വരേണ്ടതിന് ശലോമോൻ അബ്യാഥാരനെ യഹോവയുടെ പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഈ വർത്തമാനം യോവാബിന് എത്തിയപ്പോൾ യോവാബ് അബ്ശാലോമിന്റെ പക്ഷം ചേർന്നിരുന്നില്ലെങ്കിലും അദോനിയാവിന്റെ പക്ഷം ചേർന്നിരുന്നു. അവൻ യഹോവയുടെ കൂടാരത്തിൽ ഓടിച്ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചു. യോവാബ് യഹോവയുടെ കൂടാരത്തിൽ ഓടിച്ചെന്ന് യാഗപീഠത്തിന്റെ അടുക്കൽ നിൽക്കുന്നു എന്ന് ശലോമോൻ രാജാവിന് അറിവ് കിട്ടി. അപ്പോൾ ശലോമോൻ യഹോയാദയുടെ മകനായ ബെനായാവെ അയച്ചു. നീ ചെന്ന് അവനെ വെട്ടിക്കളക എന്ന് കൽപ്പിച്ചു. ബെനായാവ് യഹോവയുടെ കൂടാരത്തിൽ ചെന്നു. നീ പുറത്തു വരിക എന്ന് രാജാവ് കൽപ്പിക്കുന്നു എന്നവനോട് പറഞ്ഞു. ഇല്ല, ഞാൻ ഇവിടെ തന്നെ മരിക്കും എന്നവൻ പറഞ്ഞു. ബെനായാവ് ചെന്ന്, യോവാബ് ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ അവൻ എന്നോട് ഉത്തരം പറഞ്ഞു എന്ന് രാജാവിനെ ബോധിപ്പിച്ചു. രാജാവ് അവനോട് കൽപ്പിച്ചത്, അവൻ പറഞ്ഞതുപോലെ നീ ചെയ്യുക. അവനെ വെട്ടിക്കൊന്ന് കുഴിച്ചിടുക. യോവാബ് കാരണം കൂടാതെ ചിന്നിയ രക്തം നീ ഇങ്ങനെ എങ്കിൽ നിന്ന് എൻ്റെ പിതൃഭവനത്തിങ്കിൽ നിന്നും നീക്കിക്കളക. അവൻ്റെ രക്തപാതകം യഹോവ അവൻ്റെ മേൽ തന്നെ വരുത്തും. ഇസ്രയേലിന്റെ സേനാധിപതിയായ നീരിന്റെ മകൻ അബ്നേർ, യഹൂദയുടെ സേനാപതിയായ യേഥേരിന്റെ മകൻ അമാസ എന്നിങ്ങനെ തന്നേക്കാൾ നീതിയും സൽഗുണവുമുള്ള 2 പുരുഷന്മാരെ അവൻ എൻ്റെ അപ്പനായ ദാവീദ് അറിയാതെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു കളഞ്ഞുവല്ലോ. അവരുടെ രക്തം എന്നേക്കും യോവാബിൻ്റെയും
അവൻ്റെ സന്തതിയുടെ തലമേൽ ഇരിക്കും. ദാവീദിനും അവൻ്റെ സന്തതിക്കും ഗ്രഹത്തിനും സിംഹാസനത്തിനും യഹോവയെങ്കിൽ നിന്ന് എന്നേക്കും സമാധാനമുണ്ടാകും. അങ്ങനെ യഹോയാദയുടെ മകനായ ബെനായാവ് ചെന്ന് അവനെ വെട്ടിക്കൊന്നു. മരുഭൂമിയിലെ അവൻ്റെ വീട്ടിൽ അവനെ അടക്കം ചെയ്തു. രാജാവ് അവന് പകരം യഹോയാദയുടെ മകനായ ബെനായാവെ സേനാധിപതിയാക്കി അബ്യാഥാരിന് പകരം സാദോക്ക് പുരോഹിതനെ നിയമിച്ചു. പിന്നെ രാജാവ് ആളയച്ച് ശിമെയിയെ വരുത്തി അവനോട്, നീ യെരൂശലേമിൽ നിനക്കൊരു വീട് പണിതു പാർത്തുകൊള്ളുക. അവിടെ നിന്ന് പുറത്തെങ്ങും പോകരുത്. പുറത്തിറങ്ങി കിദ്രോൻ തോട് കടക്കുന്ന നാളിൽ നീ മരിക്കേണ്ടി വരും എന്ന് തീർച്ചയായി അറിഞ്ഞുകൊള്ളുക. നിന്റെ രക്തം നിന്റെ മേൽ തന്നെ ഇരിക്കും എന്ന് കൽപ്പിച്ചു. ശിമെയി രാജാവിനോട്, അത് നല്ല വാക്ക്, യജമാനായ രാജാവ് കൽപ്പിച്ചതുപോലെ അടിയൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ശിമെയി കുറച്ചു കാലം യെരൂശലേമിൽ പാർത്തു. 3 സംവത്സരം കഴിഞ്ഞപ്പോൾ ശിമെയിയുടെ 2 അടിമകൾ മാഖയുടെ മകനായ ആഖീഷ് എന്ന ഗത്ത് രാജാവിന്റെ അടുക്കൽ ഓടിപ്പോയി. തന്റെ അടിമകൾ ഗത്തിലുണ്ടെന്ന് ശിമെയിക്ക് അറിവ് കിട്ടി. അപ്പോൾ ശിമെയി എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് പുറപ്പെട്ട് അടിമകളെ അന്വേഷിപ്പാൻ ഗത്തിൽ ആഖീഷിന്റെ അടുക്കൽ പോയി. അങ്ങനെ ശിമെയി ചെന്ന് അടിമകളെ ഗത്തിൽ നിന്ന് കൊണ്ടുവന്നു. ശിമെയി യെരൂശലേം വിട്ടു ഗത്തിൽ പോയി മടങ്ങി വന്നു എന്ന് ശലോമോൻ അറിവ് കിട്ടി. അപ്പോൾ രാജാവ് ആളയച്ച് ശിമെയിയെ വരുത്തി അവനോട്, നീ പുറത്തിറങ്ങി എവിടെയെങ്കിലും പോകുന്ന നാളിൽ മരിക്കേണ്ടി വരുമെന്ന് തീർച്ചയായി അറിഞ്ഞുകൊള്ളുക എന്ന് ഞാൻ നിന്നെക്കുറിച്ച് യഹോവ നാമത്തിൽ സത്യം ചെയ്യിച്ചു സാക്ഷീകരിച്ചതും ഞാൻ കേട്ട വാക്ക് നല്ലതെന്ന് നീ എന്നോട് പറയുകയും ചെയ്തില്ലയോ? അങ്ങനെയിരിക്കെ നീ യഹോവയുടെ ആണയും ഞാൻ നിന്നോട് കൽപ്പിച്ചു കൽപ്പനയും പ്രമാണിക്കാതെ ഇരുന്നതെന്ത് എന്ന് ചോദിച്ചു. പിന്നെ രാജാവ് ശിമെയിയോട്, നീ എൻ്റെ അപ്പനായ ദാവീദിനോട് ചെയ്തതും നിനക്ക് ഓർമ്മയുള്ളതും ആയ ദോഷമൊക്കെയും നീ അറിയുന്നുവല്ലോ. യഹോവ നിന്റെ ദോഷം നിന്റെ തലമേൽ തന്നെ വരുത്തും. എന്നാൽ ശലോമോൻ രാജാവ് അനുഗ്രഹിക്കപ്പെട്ടവനും ദാവീദിന്റെ സിംഹാസനം യഹോവയുടെ മുമ്പാകെ എന്നേക്ക് സ്ഥിരവുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് രാജാവ് യഹോയാദയുടെ മകൻ ബെനായാവോട് കൽപ്പിച്ചു. അവൻ ചെന്ന് അവനെ വെട്ടിക്കൊന്നു. അങ്ങനെ രാജ്യത്വം ശലോമോന്റെ കയ്യിൽ സ്ഥിരമായി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം. അനന്തരം ശലോമോൻ മിസ്രയീം രാജാവായ ഫറവോനോട് സംബന്ധം കൂടി. ഫറവോന്റെ മകളെ വിവാഹം ചെയ്തു. തന്റെ അരമനയും യഹോവയുടെ ആലയവും യെരൂശലേമിന് ചുറ്റും മതിലും പണിത് തീരുവോളം അവളെ ദാവീദിന്റെ നഗരത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. എന്നാൽ ആ കാലം വരെ യഹോവയുടെ നാമത്തിന് ഒരാലയം പണിയാതെ ഇരുന്നതുകൊണ്ട് ജനം പൂജാഗിരികളിൽ വെച്ച് യാഗം കഴിച്ചു പോന്നു. ശലോമോൻ യഹോവയെ സ്നേഹിച്ചു. തന്റെ അപ്പനായ ദാവീദിന്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നുവെങ്കിലും അവൻ പൂജാഗിരികളിൽ നിന്ന് വെച്ച് യാഗം കഴിക്കുകയും ധൂപം കാട്ടുകയും ചെയ്തു. രാജാവ് ഗിബെയോനിൽ യാഗം കഴിപ്പാൻ പോയി. അത് പ്രധാന പൂജാഗിരിയായിരുന്നു. അവിടെ യാഗപീഠത്തിന്മേൽ ശലോമോൻ 1000 ഹോമയാഗം അർപ്പിച്ചു. ഗിബെയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. അതിന് ശലോമോൻ പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിന് ഒത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്തു. ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ അവനൊരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിനു പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല. നീ തിരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കുമില്ലാത്തതുമായി വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിൻ്റെ മധ്യേ അടിയനിരിക്കുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരയണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്കു കഴിയും? ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകമുള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പുണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിന്റെ ശേഷമുണ്ടാകുകയുമില്ല. ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിന്റെ ആയുഷ്കാലത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തനും നിനക്ക് സമനാകിയില്ല. നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നീ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എൻ്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസ്സും തരും. ശലോമോൻ ഉറക്കമുണർന്നപ്പോൾ അത് സ്വപ്നം എന്ന് കണ്ടു. പിന്നെ അവൻ യെരൂശലേമിലേക്ക് മടങ്ങി വന്ന് യഹോവയുടെ നിയമപെട്ടകത്തിന് മുമ്പാകെ നിന്ന് ഹോമയാഗങ്ങൾ കഴിച്ച് സമാധാനയാഗങ്ങളും അർപ്പിച്ച് തൻ്റെ സകല ഭൃത്യന്മാർക്കും വിരുന്നു കഴിച്ചു.
അനന്തരം വേശ്യമാരായ 2 സ്ത്രീകൾ രാജാവിൻ്റെ അടുക്കൽ വന്നു അവന് മുമ്പാകെ നിന്നു. അവരിൽ ഒരുത്തി പറഞ്ഞത്, തമ്പുരാനെ, അടിയനും ഇവളും ഒരു വീട്ടിൽ പാർക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന വീട്ടിൽ വെച്ച് ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഞാൻ പ്രസവിച്ചതിൻ്റെ 3-ാം ദിവസം ഇവളും പ്രസവിച്ചു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഞങ്ങൾ 2 പേരും ഒഴികെ ആ വീട്ടിൽ മറ്റാരും ഞങ്ങളോട് കൂടി ഉണ്ടായിരുന്നില്ല. എന്നാൽ രാത്രി ഇവൾ തൻ്റെ മകൻ്റെ മേൽ കിടന്നു പോയതുകൊണ്ട് അവൻ മരിച്ചുപോയി. അവൾ അർദ്ധരാത്രി എഴുന്നേറ്റ് അടിയൻ ഉറങ്ങുന്ന സമയം അടിയൻ്റെ അരികിൽ നിന്ന് അടിയൻ്റെ മകനെ എടുത്ത് അവളുടെ പള്ളക്കിലും അവളുടെ മരിച്ച മകനെ അടിയൻ്റെ പള്ളക്കിലും കിടത്തി. രാവിലെ കുഞ്ഞിന് മുല കൊടുപ്പാൻ അടിയൻ എഴുന്നേറ്റപ്പോൾ അത് മരിച്ചിരിക്കുന്നത് കണ്ടു. വെളിച്ചമായ ശേഷം അടിയൻ സൂക്ഷിച്ചു നോക്കിയാറേ അത് അടിയൻ്റെ കുഞ്ഞ് പ്രസവിച്ച കുഞ്ഞല്ല. അതിന് മറ്റേ സ്ത്രീ, അങ്ങനെയല്ല, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ്, മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു. ഇവളോ, മരിച്ചത് നിന്റെ കുഞ്ഞ്, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ രാജാവിന് മുമ്പാകെ തമ്മിൽ വാദിച്ചു. അപ്പോൾ രാജാവ് കൽപ്പിച്ചത്, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ്, മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് ഇവൾ പറയുന്നു. അങ്ങനെയല്ല, മരിച്ചത് നിന്റെ കുഞ്ഞ്, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ് എന്ന് മറ്റേവൾ പറയുന്നു. ഒരു വാൾ കൊണ്ടുവരുവിൻ എന്ന് രാജാവ് കൽപ്പിച്ചു. അവർ ഒരു വാൾ രാജസന്നദ്ധയിൽ കൊണ്ടുവന്നു. അപ്പോൾ രാജാവ്, ജീവനുള്ള കുഞ്ഞിനെ 2ആയി പിളർന്ന് പാതി ഒരുത്തിക്കും പാതി മറ്റേവൾക്കും കൊടുപ്പിൻ എന്ന് കൽപ്പിച്ചു. ഉടനെ ജീവനുള്ള കുഞ്ഞിൻ്റെ അമ്മ തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഉള്ളിൽ കത്തുക കൊണ്ട് രാജാവിനോട്, അയ്യോ എൻ്റെ തമ്പുരാനെ, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുതേ, അതിനെ അവൾക്ക് കൊടുത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. മറ്റേവളോ, എനിക്കും വേണ്ട, നിനക്കും വേണ്ട, അതിനെ പിളർക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ്, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുത്, അവൾക്ക് കൊടുപ്പിൻ, അവൾ തന്നെ അതിൻ്റെ തള്ള എന്ന് കൽപ്പിച്ചു. രാജാവ് കൽപ്പിച്ച വിധി ഇസ്രായേലൊക്കെയും കേട്ടു. ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിൻ്റെ ജ്ഞാനം രാജാവിൻ്റെ ഉള്ളിലുണ്ട് എന്ന് കണ്ട് അവനെ ഭയപ്പെട്ടു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം. അങ്ങനെ ശലോമോൻ രാജാവ് എല്ലാ ഇസ്രായേലിലും രാജാവായി. അവനുണ്ടായിരുന്ന പ്രഭുക്കന്മാർ ആരെന്നാൽ, സാദോക്കിൻ്റെ മകൻ അസര്യാവ് പുരോഹിതൻ, ശീശയുടെ പുത്രന്മാരായ എലീഹോരഫും അഹിയാവും റായസക്കാർ, അഹിയൂദിൻ്റെ മകൻ യഹോയാഫാത്ത് മന്ത്രി, യഹോയാദയുടെ മകൻ ബെനായാവ് സേനാധിപതി, സാദോക്കും അബ്യാതാരും പുരോഹിതന്മാർ, നാഥാന്റെ മകനായ അസര്യാവ് കാര്യക്കാരന്മാരുടെ മേധാവി, നാഥാന്റെ മകനായ സാബൂദ് പുരോഹിതനും രാജാവിൻ്റെ സ്നേഹിതനുമായിരുന്നു. അഹീഷാർ രാജഗൃഹ വിചാരകന്മാർ, അബ്ദയുടെ മകൻ അദോനിരാം ഊഴിയ വേലക്കാരുടെ മേധാവി. രാജാവിനും രാജഗൃഹത്തിനും ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുപ്പാൻ ശലോമോന് ഇസ്രായേലിലൊക്കെയും 12 കാര്യക്കാരന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഓരോരുത്തൻ ആണ്ടിൽ ഓരോ മാസത്തേക്ക് ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കും. അവരുടെ പേരാവിത്: എഫ്രൈം മലനാട്ടിൽ ബെൻഹൂർ, മാക്കസ്, ഷാൽബീം, ബേത് ഷെമേഷ്, ഏലോൻ ബേത് ഹാനാൻ എന്നീ സ്ഥലങ്ങളിൽ ബെൻ ഡേക്കർ, അരുബോത്തിൽ ബെൻ ഹേസർ, സോക്കോവും ഹെസർ ദേശവും മുഴുവനും അവൻ്റെ ഇടവക, നാഫത്ത് ദോറിൽ ബെൻ അബീനാദാവ്. അവന് ശലോമോന്റെ മകളായ താഫത്ത് ഭാര്യയായിരുന്നു. അഹീരൂദിൻ്റെ മകനായ ബാനയുടെ ഇടവക താനാക്കും മെഗിദ്ദോവും സാരധാനയിരിക്കെ ഇസ്രയേലിന് താഴെ ബേത് ഷിയാൻ മുതൽ ആബേൽ മെഹോല വരെയും യോഗ്മെയായിമിൻ്റെ അപ്പുറം വരെയുള്ള ബേത് ഷിയാൻ മുഴുവനുമായിരുന്നു. ഗിലെയാദിലെ രാമോത്തിൽ ബെൻ ഷേബർ, അവൻ്റെ ഇടവക മനശ്ശയുടെ മകനായ യായീരിന് ഗിലെയാദിലുള്ള പട്ടണങ്ങളും മതിലുകളും ചെമ്പോടാമ്പലുള്ള 60 വലിയ പട്ടണങ്ങൾ ഉൾപ്പെടെ ബാഷാനിലെ അർഗോബ് ദേശവുമായിരുന്നു. മഹനീമിൽ ഇദ്ദോവിൻ്റെ മകൻ അഹീനാദാബ്, നഫ്താലിൽ അഹീമാസ്, അവൻ ശലോമോന്റെ മകളായ ബാഷെമത്തിനെ ഭാര്യയായി പരിഗ്രഹിച്ചു. ആശേരിലും ബെയാലോത്തിലും ഹൂഷയിയുടെ മകൻ ബാന, ഇസാഖാരിൽ പാരൂഹിൻ്റെ മകനായ യഹോഷാഫാത്ത്, ബെന്യാമീനിൽ ഏലയുടെ മകനായ ഷിമി, അമോരി രാജാവായ സീഹോന്റെയും ബാഷേൻ രാജാവായ ഓഗിൻ്റെയും രാജ്യമായിരുന്ന ഗിലെയാദ് ദേശത്ത് ഹൂരിൻ്റെ മകൻ ഗേബർ. ആ ദേശത്ത് ഒരു കാര്യക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യഹൂദയും ഇസ്രയേലും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു പോന്നു. നദി മുതൽ ഫെലിസ്ത്യ ദേശം വരെയും മിസ്രയീമിൻ്റെ അതിർ വരെയുള്ള സകല രാജ്യങ്ങളെയും ശലോമോൻ വാണു. അവർ കപ്പം കൊണ്ടുവന്ന് ശലോമോനെ അവൻ്റെ ജീവപര്യന്തം സേവിച്ചു. ശലോമോൻ നിത്യച്ചെലവ് ദിവസം 1-ന് 30 പറ നേരിയ മാവും
60 പറ സാധാരണ മാവും, മാൻ, ഇളമാൻ, മ്ലാവ്, പുഷ്ടി വരുത്തിയ പക്ഷികൾ എന്നിവ കൂടാതെ തടിപ്പിച്ച 10 കാളയും മേച്ചൽപ്പുറത്തെ 20 കാളയും 100 ആടും ആയിരുന്നു. നദിക്ക് ഇക്കരെ തിഫ്സഹ് മുതൽ ഗസ വരെയുള്ള സകല ദേശത്തെയും നദിക്കിക്കരെയുള്ള സകല രാജാക്കന്മാരെയും അവൻ വാണു. ചുറ്റുമുള്ള ദിക്കിലൊക്കെയും അവന് സമാധാനമുണ്ടായിരുന്നു. ശലോമോൻ കാലത്തൊക്കെയും യഹൂദയും ഇസ്രയേലും ദാൻ മുതൽ ബേർഷേബ വരെയും ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും നിർഭയം വസിച്ചു. ശലോമോന് തന്റെ രഥങ്ങൾക്ക് 40,000 കുതിരാലവും 12,000 കുതിരച്ചേവകരും ഉണ്ടായിരുന്നു. കാര്യക്കാരന്മാർ ഓരോരുത്തൻ ഓരോ മാസത്തേക്ക് ശലോമോൻ രാജാവിന്റെ പന്തിഭോജനത്തിന് കൂടുന്ന എല്ലാവർക്കും വേണ്ടുന്ന ഭോജന പദാർത്ഥങ്ങൾ കുറവ് കൂടാതെ എത്തിച്ചു കൊടുക്കും. അവർ കുതിരകൾക്കും തുരകങ്ങൾക്കും വേണ്ടുന്ന യവവും വൈക്കോലും താന്താന്ന മുറപ്രകാരം അവൻ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കും. ദൈവം ശലോമോന് ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയവിശാലതയും കൊടുത്തു. സകല പൂർവ്വ ദിഗ്വാസികളുടെയും ജ്ഞാനത്തെക്കാളും മിസ്രൈമ്യരുടെ സകല ജ്ഞാനത്തെക്കാളും ശലോമോന്റെ ജ്ഞാനം ശ്രേഷ്ഠമായിരുന്നു. സകല മനുഷ്യരെയും എഫ്രാന്ത്യനായ ഏദാൻ, മാഹൂലിന്റെ പുത്രന്മാരായ ഹേമാൻ, കൽക്കോൽ, ദർഗ എന്നിവരെക്കാളും അവൻ ജ്ഞാനിയായിരുന്നു. അവന്റെ കീർത്തി ചുറ്റുമുള്ള സകല ജാതികളിലും പരന്നു. അവൻ 3000 സദൃശവാക്യം പറഞ്ഞു. അവന്റെ ഗീതങ്ങൾ 1005 ആയിരുന്നു. ലെബോനോനിലെ ദേവദാരു മുതൽ ചുവരിന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെയുള്ള വൃക്ഷാദികളെക്കുറിച്ചും മൃഗം, പക്ഷി, ഇടജാതി, മത്സ്യം എന്നിവയെക്കുറിച്ചും അവൻ പ്രസ്താവിച്ചു. ശലോമോന്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ട സകല ഭൂപാലകന്മാരെയും അടുക്കൽ നിന്ന് നാനാജാതിക്കാരായ പലരും അവന്റെ ജ്ഞാനം കേൾപ്പാൻ വന്നു.